ബോസിന്റെ ഫിനാലെയാണ്. അൺപ്രഡിക്റ്റബിൾ ആണ് ബിഗ് ബോസ്. ആര് ടൈറ്റിൽ വിന്നറാകും, ആര് 2ാം സ്ഥാനത്തെത്തും, 3ാം സ്ഥാനത്തെത്തും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഫൈനൽ 5 ഈ കാണുന്ന 5 പേരാണ് ഉള്ളതെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. തുടക്കത്തിൽ ജാസ്മിനെല്ലാം ഹൈപ്പിൽ നിന്നു. പിന്നെയും ജാസ്മിൻ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് ഡൗൺ ആയി പൊങ്ങി താന്ന് അങ്ങനെ വന്ന് അവസാനം 5 തന്നെ എത്തി. ജാസ്മിനൊക്കെ ഒരു പകുതിയൊക്കെ ആയപ്പോൾ തന്നെ ഫൈനൽ 5 ഉണ്ടാവുമെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ്. ജിൻഡോയ്ക്ക് ആദ്യം ഒന്ന് താന്നെങ്കിലും പിന്നെയും പൊങ്ങി വന്നു, പിന്നെയും ഡൗൺ ആയി. അവസാനം എന്താ പറയുക, മണ്ടനെന്നും പൊട്ടനെന്നും എന്താ പറയുക, ഒരു ബുദ്ധിയില്ലാത്തവനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ വിളിച്ച് എല്ലാവരും തഴഞ്ഞിട്ട ഒരു വ്യക്തിയാണ് ജിൻഡോ. ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ്സും വെക്കാണ്ട് ഒന്നും ചിന്തിക്കാണ്ട് ഗെയിമായിട്ട് മാത്രം കണ്ട് കളിച്ചു വന്ന വ്യക്തിയാണ്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചതേ ഫൈനൽ 5 എത്തിയിരിക്കുകയാണ്. അർജുനൊക്കെ ഫൈനൽ 5 പോയിട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ എവിക്റ്റായി പോകുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്താ പറയുക, സേഫ് ഗെയിം കളിച്ചു എന്ന് പറയുന്നവരും ഉണ്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ പയ്യെ നിന്നും നടന്നും നീങ്ങിയും ആമ നിരങ്ങുന്ന പോലെ നിരങ്ങി ആമയുടെ ബുദ്ധി അറിയാമല്ലോ. ആദ്യം തന്നെ ഒന്നും ഇതാവില്ല, പതുക്കെ നടന്ന് അവസാനം എത്തിയല്ലോ, മത്സരത്തിൽ ജയിച്ചല്ലോ. അതുപോലെ തന്നെ അർജുൻ ആരുടെയും അധികം കണ്ണിൽപ്പെടാതെ ശ്രദ്ധയിൽപ്പെടാതെ ഇങ്ങനെ നടന്ന് നീങ്ങി ഇപ്പോൾ ഫൈനൽ 5 എത്തിയിട്ടുണ്ട്. അഭിഷേക് ആദ്യം അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും എവിക്റ്റ് ആകും, അത്രയും ഫ്ലോപ്പാണെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ അടിപൊളിയായിട്ട് ടിക്കറ്റ് ഫിനാലെ കളിച്ച് ഫൈനൽ 5 എത്തിയിട്ടുണ്ട്. ഋഷി അടിപൊളിയായിട്ട് തന്നെ ഋഷിക്ക് നല്ല പുറത്തും നല്ല ഫാൻ സപ്പോർട്ട് ഉള്ള ഒരാളാണ്. കാരണം ഋഷിയുടെ ക്യാരക്ടർ അത്രയും നല്ലൊരു സ്വഭാവമുള്ള ആൾ തന്നെയാണ് ഋഷി. പിന്നെ ഒരിടയ്ക്ക് എത്തിയപ്പോൾ ഋഷി എവിക്റ്റ് ആകും എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നൊരു സമയമുണ്ട്. പക്ഷേ ഋഷിയും ഫൈനൽ 5 എത്തി. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഫൈനൽ 5 ഉള്ളത്. അതായത് ഫൈനൽ 5 ഉണ്ടാകുമെന്ന് 100% പ്രേക്ഷകർക്ക് ഉറപ്പുണ്ടായിരുന്നവർ പലരും എവിക്റ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഇത്രയും അൺപ്രഡിക്റ്റബിൾ ആണെന്ന് പറയാൻ കാരണം. ഇനിയുള്ള 5 പേരിൽ ആരായിരിക്കും ടൈറ്റിൽ വിന്നർ ആവുന്നതെന്ന് ഇപ്പോൾ ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ കാത്തിരുന്ന് കാണാം ആരായിരിക്കും വിന്നർ ആകാൻ പോകുന്നത് ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അവരുടെ പേര് മറക്കാതെ കമന്റ് ചെയ്യുക.